ഞാനിപ്പോഴത്തെ ഈ ജോസായിട്ട് ആയിട്ടാണ് അഭിനയിക്കുന്നത്. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് സ്കാം ഉണ്ടെന്ന്. ഒളിച്ചു ചോദിക്കുന്നത് എന്താണ് എല്ലാവർക്കും അറിയാവുന്നവര്. സ്കാമുണ്ട് കഥ കൊണ്ടു നോക്ക് അല്ലെങ്കിൽ കണ്ടു നോക്ക്. ഞാൻ മിഥുൻ മാനുവൽ തോമസിനെയും വൈശാഖിനേക്കാൾ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ വിശ്വസിച്ചിട്ടാണ്. ചിലപ്പോഴേ നമ്മുടെ ഈ ജോസേട്ടായി എന്ന് വിളിക്കുന്ന ജോസ് നാട്ടിൻപുറത്തെ ചെറിയ പള്ളിപ്പറമ്പിലൊക്കെ ചെറിയൊരു ഷോ അടിയും എന്തെങ്കിലുമൊക്കെ വഴക്ക് വന്നാൽ അങ്ങനത്തെ ഒരു അടിക്കാരനാണ്. അല്ലാണ്ട് വലിയ ഗുണ്ടയോ റൗഡിയോ മാഫിയ കിങ്ങോ അങ്ങനത്തെ ഉള്ള ആളൊന്നും അല്ല. നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന അറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പോൾ അങ്ങനെ എടുത്തയാട്ടം കൊണ്ട് അബദ്ധമായാൽ അത് തലേന്ന് പോകില്ല, അത് വലിച്ചെറിഞ്ഞാലും പോകില്ല. അതിങ്ങനെ അള്ളു പിടിച്ചിരിക്കുന്നവരെ പിടിച്ച് ജോസിന്റെ ഒരു വഴിക്കാക്കുന്നതാണ് ഈ സിനിമയുടെ കഥ. ഈ പുള്ളി ഇയാളെക്കാൾ 100 ഇരട്ടി ബലമുള്ള ആൾക്കാരുടെ മുമ്പിൽ പെട്ട എന്തായിരിക്കും സ്ഥിതി? അതിനകത്ത് റീവിസിറ്റിംഗ് ഒന്നുമില്ല. ആ കഥാപാത്രത്തുമായിട്ട് യാതൊരു സമയം ഉണ്ടാകാതിരിക്കുന്ന ശ്രമമാണ്. റീവിസിറ്റ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ വരണ്ടേ. അങ്ങനെ വരാതിരിക്കാനാണ് ഞാൻ സാധാരണ ശ്രമിക്കുന്നത്. എനിക്ക് സിനിമയെ അല്ലാതെ ഒരു വഴിയും വേറെ ഞാൻ കാണുന്നില്ല. ഈ സിനിമ ഇല്ലെങ്കിൽ എൻ്റെ കാര്യം കുഴപ്പത്തിലാവും. എൻ്റെ ശ്വാസം നിന്ന് പോകും.